എല്ലാവർക്കും നമസ്കാരം. മാക്സ് ടുഡേയിലേക്ക് സ്വാഗതം. T20 വേൾഡ് കപ്പിനെ സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ വന്നൊരു ദിവസമായിരുന്നു ഇന്ന്. IPL ആവേശം നടക്കുമ്പോൾ പോലും BCCI ഇപ്പോഴും കണ്ടു നട്ടിരിക്കുന്നത് വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ തന്നെയാണ്. നമുക്കറിയാം IPL 2024 മികച്ച പ്രകടനം കാഴ്ചവെക്കുക. അതിനാൽ തന്നെ താരങ്ങളെല്ലാം വളരെ വശ്യേറിയ പോരാട്ടം തന്നെയാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. T20 വേൾഡ് കപ്പ് ലക്ഷ്യം വെച്ചുള്ള പ്രകടനം തന്നെയാണ് താരങ്ങളും BCCI മാനേജ്മെൻറ്റ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ മൂന്ന് താരങ്ങളെക്കുറിച്ച് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് BCCI പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് ഹാർദിക് പാണ്ഡ്യ, ഒന്ന് ശുഭ്മാൻ ഗിൽ, മറ്റൊരു താരം രാജസ്ഥാൻ റോയൽസിൻ്റെ യുവതാരമായിട്ടുള്ള റിയാൻ പരാഗ് എന്നിവരെക്കുറിച്ചാണ്. നമുക്കറിയാം ഹാർദിക് പാണ്ഡ്യ ഏതാണ്ട് കുറച്ച് മാസത്തോളം അദ്ദേഹത്തിന് പരിക്ക് മൂലം T20 മത്സരങ്ങളൊന്നും കളിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ നമുക്കറിയാം IPL തൊട്ട് മുൻപ് നടന്ന ഇന്ത്യ വേഴ്സസ് അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിൽ രോഹിത് ശർമ്മയായിരുന്നു ഇന്ത്യയെ നയിച്ചത്. അപ്പോൾ T20 വേൾഡ് കപ്പിൽ രോഹിത് ക്യാപ്റ്റനായി തിരികെ എത്തുന്നുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ച് BCCI പുറത്തുവിട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് അദ്ദേഹം റെഗുലറായി പന്തുകൾ IPL 2024 എറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ബൗളിംഗ് ഫോമിലേക്ക് തിരികെ എത്തിയില്ലെങ്കിൽ ഡെഫിനറ്റായിട്ടും ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഇത്തവണ T20 സ്ക്വാഡിൽ സ്ഥാനമുണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ BCCI ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം മുംബൈ ഇന്ത്യൻസിൻ്റെ നായകനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ മത്സരങ്ങളെല്ലാം ബൗൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത്ര എഫിഷ്യൻ്റായി അദ്ദേഹത്തിന് ബൗൾ ചെയ്യാൻ സാധിക്കുന്നില്ല. സോ അതിനാൽ തന്നെ റെഗുലറായി അദ്ദേഹം പന്തുകൾ എറിഞ്ഞുകൊണ്ട് തൻ്റെ ഫോമിലേക്ക് തിരികെ എത്തിയാൽ മാത്രമേ ഹാർദിക് പാണ്ഡ്യയെ T20 വേൾഡ് കപ്പിനുള്ള സ്ക്വാഡിലേക്ക് പരിഗണിക്കുമെന്ന് സെലക്ടേഴ്സ് നേരത്തെ തന്നെ BCCI നേരത്തെ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. മറ്റൊരു താരം ശുഭ്മാൻ ഗില്ലാണ്. നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഓപ്പണിംഗ് താരമാണ് ഗില്ല്. ഇത്തവണ വിരാട് കോഹ്ലി അതോടൊപ്പം തന്നെ രോഹിത് ശർമ്മ ഓപ്പണിംഗ് സഖ്യമായിരിക്കും T20 വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക എന്നൊരു അപ്ഡേറ്റ് ഒരു റൂമർ പുറത്ത് വന്നിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ശുഭ്മാൻ ഗില്ല് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ടായിരിക്കും ഇന്ത്യൻ T20 വേൾഡ് കപ്പ് സ്ക്വാഡിലേക്ക് ഇടം പിടിക്കാൻ പോകുന്നത്. നമുക്കറിയാം യശസ്വി ജയ്സ്വാൾ നല്ല ഫോമിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അദ്ദേഹത്തെ T20 ടീമിലേക്ക് പരിഗണിച്ചാലും ശുഭ്മാൻ ഗില്ല് ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് മാത്രമായിരിക്കും T20 സ്ക്വാഡിൽ ഇടം പിടിക്കാൻ പോകുന്നത്. മറ്റൊരു താരം നമുക്കറിയാം റിയാൻ പരാഗാണ്. ഇത്തവണ IPL ഏറ്റവും മികച്ച പ്രകടനം പുറത്തിറക്കുന്ന ഒരു യുവതാരമാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ യങ് പ്ലെയറായിട്ടുള്ള റിയാൻ പരാഗ്. ഇത്തവണ T20 വേൾഡ് കപ്പിലേക്ക് എല്ലാവരും ഉറ്റുനോക്കുന്നൊരു പ്ലെയറും പരാഗ് തന്നെയാണ്. അദ്ദേഹത്തിന് ആ ഒരു ഫസ്റ്റ് ഡെബ്യൂ ഇന്ത്യൻ ജേഴ്സിയിൽ കളിക്കാൻ സാധിക്കുമെന്നാണ് ആരാധകരെല്ലാം ഒരുപോലെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് നമുക്കറിയാം കഴിഞ്ഞ രാജസ്ഥാൻ റോയൽസിലെ മത്സരങ്ങളെല്ലാം വളരെ മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സമയത്ത് സെലക്ടേഴ്സ് എല്ലാം വളരെ കീനായിട്ട് തന്നെ താരത്തെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനം എല്ലാം വളരെ മികച്ച തന്നെയാണ്. വളരെ മികച്ച ആവറേജ് റൺസ് പെർ ഗെയിമും അദ്ദേഹം നേടുന്നുണ്ട്. സ്ട്രൈക്ക് റേറ്റും വളരെ മികച്ചത് തന്നെയാണ്. സോ അതിനാൽ തന്നെ സെലക്ടേഴ്സ് എല്ലാം വളരെ കീനായി തന്നെ താരത്തെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ മോസ്റ്റ് പ്രോബബ്ലി വരാനിരിക്കുന്ന T20 വേൾഡ് കപ്പിൽ അദ്ദേഹത്തിന് ഒരു ഫോം തുടരാൻ സാധിച്ചാൽ ഡെഫിനറ്റായിട്ടും അദ്ദേഹം തൻ്റെ ഡെബ്യൂ മാച്ച് T20 ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി കളിക്കും. സോ ഇതാണ് പ്രധാനപ്പെട്ട 3 അപ്ഡേറ്റ് ഇന്ത്യൻ T20 വേൾഡ് കപ്പിനെ സംബന്ധിച്ചുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.